ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പാലുദ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഏകദേശം 5 ഗ്രാം വീതം ഞാൻ രണ്ടായിട്ട് ചൈന ഗ്രാസ് കുതിർക്കാനായിട്ട് വെച്ചേക്കുവാണ്. 2 ലെയറായിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന ആ ചെറിയ ബെല്ലൈക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ആദ്യത്തെ ലെയറിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് ഞാൻ തിളപ്പിക്കുകയാണ് നല്ലോണം. ഇത് 1/2 ലിറ്റർ പാലാണ്, നല്ലോണം തിളപ്പിക്കണം. 2 ലെയറിനും കൂടി വേണ്ടിയിട്ടുള്ള പാലാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇത് 1 ലെയറിന് വേണ്ടി മാത്രമുള്ള ചൈന ഗ്രാസ് ആണ് എടുക്കുന്നത്. ആദ്യത്തെ ലെയർ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചൈന ഗ്രാസ് നല്ലോണം തിളച്ച് വരണം. തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്കിടാം. അതിനുശേഷം നല്ലോണം പാൽ തിളയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പകുതി പാൽ ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി അടുത്ത ലെയറിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഏത് ഫ്ലേവറാണ് നമുക്ക് വേണ്ടത് ആ ഫ്ലേവർ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ റോസിൻ്റെ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ഒഴിച്ച് ഒരു പാത്രത്തിലൊഴിച്ച് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്കിട്ടിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെയറിന് വേണ്ടിയിട്ടുള്ള ചൈന ഗ്രാസ് നമുക്ക് മെൽറ്റ് ചെയ്യാം. അത് ഇതുപോലെ തന്നെ നല്ലോണം മെൽട്ടായി കഴിയുമ്പോഴത്തേനും പാലൊഴിച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് ചേർക്കാം. ഞാനിതിൽ രണ്ടാമത്തെ ലെയർ വാനില എസൻസാണ് ചേർക്കുന്നത്. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തിട്ടുള്ള അതെടുക്കാം. സെറ്റായിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാമത്തെ ലെയർ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പുറത്ത് വെച്ചാലും സെറ്റാവും. എങ്ങനെയാണെന്ന് വെച്ചാൽ തണുപ്പ് നല്ലോണം വേണ്ടവർക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ സൈഡൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് സൈഡ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്ക് വേറൊരു പ്ലേറ്റും എല്ലാം വെച്ചിട്ട് നമുക്കിത് അങ്ങോട്ട് മറിച്ചിടാം. അപ്പോൾ നമ്മുടെ ലെയർ പാലൂദ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.